എല്ലാവർക്കും നമസ്കാരം. ആത്മമിത്ര അവതരിപ്പിക്കുന്ന ഇ ക്യൂബ് എംപവർ എംപലിഷ് എമർജ് എൻഹാൻസ് യുവർ ലൈഫ് ട്രെയിനിങ് പ്രോഗ്രാം വെബിനാർ സീരീസ് 2ലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മമിത്ര കഴിഞ്ഞ 9 വർഷങ്ങളായി സൈക്കോളജിക്കൽ കൗൺസിലിംഗും ഗൈഡൻസും നൽകി വ്യഥിത മനസ്സുകൾക്ക് സാന്ത്വനമേകുകയും കൂടാതെ നിരവധി വിവിധങ്ങളായ വ്യക്തിത്വ വികസന പരിപാടികളും സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ സ്ഥാപനമാണ്. ആത്മമിത്ര ഒരുക്കുന്ന ഇ ക്യൂബ് വെബിനാർ സീരീസ് 2ന്റെ 15ാം ദിവസമായ ഇന്നത്തെ വിഷയം അവയർനെസ് മെഡിറ്റേഷൻ. ഈ വിഷയത്തിൽ ഇന്നത്തെ ക്ലാസ് നയിക്കാനായി എത്തുന്നത് ഫാമിലി കൗൺസിലറും സൈക്യാട്രിക് സോഷ്യൽ വർക്കറും NLP മാസ്റ്റർ ട്രെയിനറും ആത്മമിത്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറും ആയ ഫാദർ ഇമാനുവൽ കോയനാണ്. ഈ വിഷയം അവതരിപ്പിക്കുന്നതിനായി അദ്ദേഹത്തെ ആത്മമിത്രയുടെ പേരിലും നമുക്കെല്ലാവർക്കും വേണ്ടിയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഫാദർ ഇമാനുവൽ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എന്നെ കേൾക്കാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല പല ദുരന്തങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും പല ദുരന്തങ്ങളെയും അഭിമുഖീകരിക്കുന്നത് പോലെയല്ല നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോവിഡ് എന്ന ഈ ഒരു ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മള് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ അഭിമുഖീകരിച്ച പല പല ദുരന്തങ്ങള്, ഉദാഹരണത്തിന് നിപ്പ, ഫ്ലഡ്, ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ മാത്രമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും അത് വളരെയേറെ ദുഃഖകരമായ അല്ലെങ്കിൽ പ്രയാസകരമായ ഒരു അനുഭവമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കൊറോണ അല്ലെങ്കിൽ COVID-19 നമ്മളെ മാത്രമല്ല ലോകത്തെ മുഴുവനും ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു മനസ്സ് മടുപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു വർഷത്തിലേറെയായിട്ട് ഇത്രമാത്രം നീണ്ടു നിന്ന ഒരു ദുരന്തത്തെ നമ്മൾ ഒരുപക്ഷെ എത്രമാത്രം സങ്കീർണമായിട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രം അതിനെ കൈകാര്യം ചെയ്യാൻ എത്രമാത്രം നമ്മൾ കെൽപ്പുള്ളവരായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെയേറെ പ്രയാസമാണ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ അറിയാതെ പെട്ടെന്ന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു ദുരന്തമായിരുന്നു ഇത്. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവനും അതിനെ വളരെയേറെ പ്രയാസത്തോടു കൂടിയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷേ അതിലൂടെയും നമുക്ക് കൊച്ചു കൊച്ചു നേട്ടങ്ങളും നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ നേട്ടങ്ങളും നമ്മൾ ഒപ്പം മനസ്സിൽ കാണേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ വിഷയം വളരെ പ്രസക്തമാകുന്നത്, അവയർനെസ് മെഡിറ്റേഷൻസ്. ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ഒരു ഏറെ പ്രയോജനപ്രദമായ ഒരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ അവബോധ ധ്യാനം എന്നത്. കാരണം ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ വളരെയേറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് വളരെയേറെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇവയൊക്കെ നേരിടാനും അവയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചായിരിക്കാം ആണ് ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ അതിനോടൊപ്പം നമ്മുടെ ഈ ആത്മസംഘർഷത്തിന്റെ അല്ലെങ്കിൽ വൈകാരിക ശാരീരിക സംഘർഷങ്ങളുടെ പ്രതിഫലമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ചില ശാരീരിക മാനസികമായ പ്രശ്നങ്ങൾക്ക് ഇവ എങ്ങനെയാണ് ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു പരിഹാരമായി തീരുന്നത് എന്നുകൂടെ നമ്മൾ ഇന്നത്തെ ഈ അവയർനെസ് മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ അവബോധ ധ്യാന ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്
പെട്ടെന്നൊന്ന് മറുപടി പറയുക. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ വികാരം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഫീലിംഗ് അറ്റ് പ്രസന്റ്? ജസ്റ്റ് ഷെയർ ഇൻ ദിസ്. പീസ് ആണ് അച്ചോ, സമാധാനം. സമാധാനം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളായിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ വികാരം എന്താണ് എന്നതാണ്. ഓക്കെ, എല്ലാവർക്കും അത് പറയാൻ ഒരുപക്ഷെ ചിലപ്പോൾ മടിയുണ്ടാകാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് നമുക്ക് വളരെ ആഴത്തിൽ പ്രവേശിക്കേണ്ടതുണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു പഴയൊരു കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു ദ്വീപിൽ കാലങ്ങൾക്ക് മുമ്പ് ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിന്റെ പ്രത്യേകത എന്നത് മറ്റൊന്നുമല്ല, ആ അമ്പലത്തിന് 1000 മണികൾ ഉണ്ടായിരുന്നു. വലുതും ചെറുതുമായ 1000 മണികൾ. ഈ മണികൾ മുഴങ്ങുമ്പോൾ ഒരു സംഗീതത്തിന്റെ താളാത്മകതയോടുകൂടെ ആ ഒരു സംഗീതം അലയടിച്ച് ആ നാട്ടിൽ മുഴുവനും മുഴങ്ങുമ്പോൾ എല്ലാവർക്കും അതൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം പേര് ആ അമ്പലത്തിൽ നിരന്തരം സന്ദർശനം നടത്തുമായിരുന്നു, അകലെയുള്ള ദൂരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും. അങ്ങനെ ഇരിക്കെ കാലക്രമേണ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളെ പോലെ ഒരു ദുരന്ത നിമിഷത്തിൽ ആ അമ്പലം ഒരു വലിയൊരു ഫ്ലഡ് വന്ന് അത് വെള്ളത്താൽ മൂടപ്പെടുകയായിരുന്നു. ഒരു സമുദ്രത്തിന്റെ അടിയിലേക്ക് ആ അമ്പലം ആഴ്ന്നു പോവുകയായിരുന്നു. ആ ദ്വീപ് മുഴുവനും ഇല്ലാതായി വെള്ളം വന്ന് മൂടിക്കൊണ്ട്. എന്നാലും ആ അമ്പലം വെള്ളത്തിനടിയിലാണെങ്കിലും ഇന്നും ആൾക്കാര് ആ അമ്പലത്തിന്റെ മണിമുഴക്കം കേൾക്കുന്നുണ്ട് എന്നാണ് അവരെല്ലാരും പറയുന്നത്. ഒരു യുവാവിന് ഈ മണിമുഴക്കം കേൾക്കുവാനുള്ള അതിയായ ആഗ്രഹത്താൽ പ്രേരിതനായി അത് കേൾക്കാനുള്ള തീരുമാനത്തോടുകൂടെ അവൻ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ്. അവൻ അവിടെയുള്ള പലരോട് ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞു, അതെ ശരിയാണ്, ഈ അമ്പലത്തിന്റെ മണി മുഴങ്ങാറുണ്ട്, പലരും ഇത് കേട്ടിട്ടുണ്ട്, പല മഹർഷിമാരും ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് ധ്യാനിച്ച് അവർ ഈ മണിനാഥം കേട്ട് അവര് തൃപ്തിപ്പെട്ട് തിരിച്ചു പോയിട്ടുണ്ട് എന്ന്. ആ ഒരു പ്രതീക്ഷയോടുകൂടെ അവനും തൻ്റെ യത്നം ആരംഭിക്കുകയാണ്. അവൻ ആ മഹാസമുദ്രത്തിന്റെ തീരത്തിരുന്നു കൊണ്ട് അവൻ ധ്യാനാത്മകമായിട്ട് അവൻ ആ മണിനാഥം കേൾക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ ഇരിക്കുകയാണ്. എന്നാൽ അവന്റെ പ്രതീക്ഷകളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവന് ഒരു ശബ്ദം മാത്രമാണ് കേൾക്കാൻ സാധിച്ചത്. ആ തിരമാലകളുടെ, ആ സമുദ്രത്തിലെ തിരമാലകളുടെ ശബ്ദം മാത്രമാണ് അവന് കേൾക്കാൻ സാധിച്ചത്. ഈ തിരമാലകളുടെ ശബ്ദത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ മണിനാദങ്ങളുടെ, ആ സമുദ്രത്തിനടിയിലുള്ള മണിനാദങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് അവൻ തീവ്രമായി യത്നിച്ചു. എന്നാൽ എത്രമാത്രം അവൻ അതിനുവേണ്ടി യത്നിച്ചുവോ അത്രമാത്രം ഈ തിരമാലകളുടെ ശബ്ദം അവനെ കൂടുതൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോയപ്പോൾ അവനൊരു തോന്നല്, ഒരുപക്ഷെ ആ അമ്പലം നിന്നിരുന്ന സ്ഥലത്തിന് നേരെയായി ഇരുന്നും ധ്യാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ മണിനാദം കേൾക്കാൻ വളരെയേറെ സഹായകമാകും എന്ന്. അങ്ങനെ അവൻ ആ അമ്പലത്തിന് നേരെയുള്ള സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവൻ വീണ്ടും അവന്റെ ധ്യാനം ആരംഭിക്കുകയാണ്, തുടരുകയാണ്. അങ്ങനെ ഇരുന്നിട്ടും അവന് ആ തിരമാലകളുടെ ശബ്ദങ്ങളല്ലാതെ മറ്റൊന്നും കേൾക്കാൻ സാധിച്ചില്ല. കുറെ നാളുകൾ കഴിഞ്ഞു. അവന് ഇപ്രകാരം തീരുമാനിച്ചു, ഒരുപക്ഷെ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം കേൾക്കാൻ എനിക്ക് പ്രാപ്തിയില്ലാതിരിക്കാം, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാകാം എന്ന് അവൻ വിചാരിച്ച് അവന്റെ യത്നത്തിൽ നിന്നും പിന്തിരിയുവാനായിട്ട് അവൻ ഒരുങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ ആ തീരുമാനത്തോടു കൂടെ അവൻ ആ സമുദ്രത്തിന്റെ തീരത്ത് വളരെ ശാന്തമായി ഉറങ്ങുകയാണ്. ശാന്തമായി ഉറക്കത്തിലേക്ക് നീങ്ങുകയാണ്. അവനൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ അവൻ ആ തിരമാലകളുടെ ശബ്ദത്തെ ശ്രദ്ധിക്കാൻ, യാദൃശ്ചികമായിട്ട് അവന് ആ തിരമാലകളുടെ ശബ്ദം ശ്രദ്ധിക്കാൻ തുടങ്ങി. താളാത്മകമായ ആ തിരമാലകളുടെ ശബ്ദത്തിൽ അവൻ കൂടുതൽ അവൻ നിമഗ്നനായി. ആ ശബ്ദം അവനെ എന്തെന്നില്ലാതെ സന്തോഷിപ്പിച്ചു. സാവധാനം ആ ശബ്ദം അവൻ ആസ്വദിക്കാൻ തുടങ്ങി. ആ ശബ്ദം ആസ്വദിക്കാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോൾ അതാ അവൻ കേൾക്കുന്നു.
ആ 1000 മണികളുടെ ശബ്ദം അങ്ങ് ആഴത്തിൽ അഗാധത്തിൽ നിന്ന് വലുതും ചെറുതുമായ ശബ്ദങ്ങൾ ഒന്നു ചേർന്ന് ഒരു സംഗീതാത്മകമായ ശബ്ദം, മണിനാദം അവന് കേൾക്കാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, അതെ, നമുക്ക് എപ്പോഴാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക എന്നതാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കുണ്ടാകുന്ന ഉൾവിളികൾ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളൊക്കെ നമുക്കുണ്ടാകുന്നത് എപ്രകാരമുള്ള സാഹചര്യങ്ങളിലാണ്, ഏത് സാഹചര്യങ്ങളിലാണ്? പലപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് നാം ശാന്തരായിരിക്കുന്ന സമയത്താണ്, നിശബ്ദരായിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ മതാത്മകമായ അർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥനാ നിമഗ്നരായിരിക്കുമ്പോൾ. ആ നിശബ്ദതയിലാണ് ഒരുപക്ഷെ നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ മനസ്സിന്റെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉൾവിളികൾ, ഉൾക്കാഴ്ചകൾ, വെളിപ്പെടുത്തലുകൾ ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അത് കേൾക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിൽ നിന്നല്ല, മറിച്ച് നമ്മൾ അതിനായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ്. നമ്മളെ പൂർണ്ണമായിട്ടും അതിനെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മളിലുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം ആ നിശബ്ദതയിൽ നമുക്ക് അംഗീകരിക്കാനും അതിലൂടെ നമുക്കൊരു അവബോധത്തിലേക്ക് കടന്നു വരുവാനും ആ അവബോധത്തിന്റെ ആഴങ്ങളിൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു നിശബ്ദത നമ്മുടെ മനസ്സിൽ അനുഭവിക്കുവാനും സാധിക്കും. അത്തരത്തിലുള്ള ഈ അനുഭവത്തിലൂടെ നമുക്ക് നമ്മുടെ ഉൾവിളികളെ, നമ്മുടെ വെളിപാടുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ വെളിപാടുകൾ നമ്മുടെ ആന്തരികമായ ആ അവബോധത്തിൽ നിന്നും ആന്തരികമായിട്ടുള്ള ആ വെളിച്ചത്തിൽ നിന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു മുഖവരയോടുകൂടെ നമുക്ക് അല്പസമയം നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ഹൃദയവും ഒക്കെ നിശബ്ദമാക്കിക്കൊണ്ട് ചെറിയൊരു എക്സസൈസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ഈ വിഷയം തന്നെ അവയർനെസ് മെഡിറ്റേഷൻസ് എന്നതായതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് 1-2 എക്സസൈസ് പരിശീലനങ്ങളിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ഒക്കെ ശാന്തമാക്കിക്കൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്വസ്ഥമായി ശാന്തമായിട്ട് നിങ്ങൾ ഇരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു ഇരിപ്പിടം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് ശാന്തമായി നടുനിവർന്ന് തല ഉയർത്തി നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. കരങ്ങൾ നിങ്ങളുടെ തുടയിലേക്ക് വയ്ക്കാം. കരങ്ങൾ തുറന്ന് വെച്ചുകൊണ്ടിരിക്കുക. സാവധാനത്തിൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഒട്ടും ബലം പ്രയോഗിക്കാതെ സാവധാനത്തിൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം സാവധാനം നിങ്ങൾ ശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Breathe in and breathe out. Breathe in and breathe out. ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സാവധാനത്തിൽ നിങ്ങളുടെ ആന്തരിക ചലനങ്ങളെ കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ആന്തരികമായ ചലനങ്ങളെ കുറിച്ച് അവബോധം ഉള്ളവരാകുക. അതിനെക്കുറിച്ച് ചിന്തിക്കരുത്,
ചിന്തിക്കേണ്ട, മറിച്ച് അതിനെക്കുറിച്ചുള്ള അവബോധം മാത്രം മതി. അതിനെക്കുറിച്ചുള്ള അവയർനെസ്. ശ്വാസോച്ഛ്വാസം തുടരുക. വീണ്ടും നിങ്ങളുടെ ആന്തരികമായ ചലനങ്ങളെ കുറിച്ചുള്ള സാവധാനത്തിൽ നിങ്ങൾ കണ്ണുകൾ തുറന്ന് പുഞ്ചിരിയോടുകൂടെ നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓണാക്കാമോ? നമ്മളൊരു അല്പസമയമാണ് മെഡിറ്റേഷൻ ചെയ്തത്. ഈ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ആന്തരിക ചലനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം അവബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റം എന്തെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചോ എന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. 1-2 പേര്. അച്ഛൻ മ്യൂട്ടായി പോയായിരുന്നു പകുതിയാകുമ്പോ തന്നെ, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, എങ്ങനെയാണ് അത് മ്യൂട്ടായെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ നിശബ്ദതയില് നിങ്ങൾ സാവധാനം നിങ്ങളുടെ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ച് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ആ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സാവധാനത്തിൽ നിങ്ങളുടെ ആന്തരിക ചലനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അവബോധം ഉണ്ടാകുക എന്നത്. എന്നാൽ ഒരിക്കൽ കൂടെ നമുക്ക് ചെയ്യാം. ഒന്ന് സാവധാനത്തിൽ കണ്ണടയ്ക്കുക. നിങ്ങളുടെ ശരീരം നിങ്ങൾ വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ നടു നിവർന്ന്, കഴുത്ത് നിവർത്തി, തല ഉയർത്തി സാവധാനത്തിൽ കണ്ണുകൾ അടയ്ക്കുക. സാവധാനം നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കേന്ദ്രീകരിക്കുക. ശ്വാസം സാവധാനം അകത്തേക്ക് എടുക്കുക. ഒട്ടും ഫോഴ്സ് ഇല്ലാതെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. 3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ ആന്തരിക ചലനങ്ങളെ കുറിച്ച് അറിയാൻ മാത്രം ശ്രമിക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ ശ്വാസോച്ഛ്വാസം നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ആ ആന്തരിക ചലനങ്ങളെ കുറിച്ച് ഒന്ന് അവബോധമുള്ളവരാകാൻ ശ്രമിക്കുക. ശ്വാസോച്ഛ്വാസം തുടർന്നുകൊണ്ടേയിരിക്കുക. ആന്തരിക ചലനങ്ങളെ കുറിച്ച് അവബോധമുള്ളവരാകുക. ആ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ച് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ആന്തരിക ചലനങ്ങളെ കുറിച്ച് അവബോധമുള്ളവരാകുക. സാവധാനം കണ്ണ് തുറന്നുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ നിങ്ങൾ വീഡിയോ ഓണാക്കുക. എല്ലാവരും ഒന്ന് വീഡിയോ ഓണാക്കാവോ? ഒന്ന് 2 പേരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? നിങ്ങളുടെ ആന്തരിക ചലനങ്ങൾ, നിങ്ങളുടെ ബ്രീതിങ്, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചോ? നിങ്ങളുടെ ഇന്നർ മൂവ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചോ? എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ ആരംഭത്തിലും അവസാനത്തിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് 1-2 പേരും പറയാമോ? എന്തെങ്കിലും ചലനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ? ഷെയർ ചെയ്തോട്ടെ? ഷെയർ ചെയ്തോളൂ. ഓക്കെ, എന്റെ പേര് നിഖിൽ എന്നാണ്, വിശ്വ എന്നാണ്. അതില് സ്റ്റാർട്ടിങ് നമ്മൾ ആ ഒരു കോൺസെൻട്രേഷൻ വരുമ്പോ നമുക്ക് കൂടുതൽ ശബ്ദം ശ്രദ്ധിക്കുന്നത് നമ്മൾ പുറത്തത്തെ ആയിരിക്കും, ചുറ്റുമുള്ളത്. അത് കഴിഞ്ഞാല് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് അത് വരണത്.
അപ്പൊ കുറേശ്ശെ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ വന്നു തുടങ്ങി. പിന്നെയാണ് ആ ഹാർട്ടിന്റെ ഒക്കെ ഒരു ശ്വാസം, അതിന്റെ ഒക്കെ ഒരു ടച്ച് നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ തെറപ്പി യോഗ ചെയ്യാറുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം ഓക്കെ, നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ചിലർക്കെങ്കിലും ഇത് വളരെയേറെ ഒരു ആന്തരികമായ ചലനങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു അവസരമായിരുന്നിരിക്കും. ചിലർക്കെങ്കിലും അതൊരു ചില തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടാകാം. ചില തടസ്സങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തകളെ കുറിച്ചും നിങ്ങളുടെ മനസ്സിലുണ്ടായ വികാരങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് കടന്നു പോയത്. പക്ഷെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ചിന്തകളും നമുക്കുണ്ടായ ആ വികാരങ്ങളും ഒക്കെ തന്നെ നമുക്കൊരു റെവലേഷൻ ആണ്. അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് ലഭിച്ചത് ഒരു റെവലേഷൻ തന്നെയാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഒരു പടി നമ്മുടെ നിശബ്ദതയിലേക്ക് കടന്നു പോകാൻ ഒരു പടിയെങ്കിലും നമ്മൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ചലനങ്ങളെ നിരന്തരമായി മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ വിചാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവയെ കൈകാര്യം ചെയ്യാനുള്ള അവബോധത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ആന്തരികമായ നിശബ്ദത എന്തുമാത്രം നമുക്ക് വളർത്താൻ സാധിക്കുന്നുവോ അത്രമാത്രം നമുക്ക് നമ്മുടെ അവബോധം കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഈ ഒരു അവബോധത്തിലുള്ള നമ്മുടെ ചുവടുവയ്പ്പുകൾ നമ്മുടെ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി തരുവാനും ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും സൗഖ്യം നേടുവാനും നമ്മളെ അത് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ശാന്തത എവിടെയുണ്ടോ ആ ശാന്തതയിലാണ് നമുക്ക് നമ്മുടെ അവബോധത്തിന്റെ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുക. അത്തരത്തിൽ നമ്മൾ ആ ശാന്തത നമ്മളിൽ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ അവബോധം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ അവബോധത്തിൽ നമ്മൾ വളരുന്നതിലൂടെ നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാസ്റ്ററായി മാറുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും എല്ലാം തന്നെ നമ്മുടെ ശാരീരികവും മാനസികവും ഭൗതികവും അതുപോലെ തന്നെ ആത്മീയമായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള ഒരു കെൽപ്പ് നമുക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഓക്കെ, പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളിൽ തന്നെ പലപ്പോഴും തൃപ്തരല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ്. അവർക്കതുണ്ട്, എനിക്കതില്ല, അല്ലെങ്കിൽ എനിക്കില്ലാത്തതിനെ കുറിച്ചാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറ്. എനിക്ക് അതുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ആ കഴിവ് നേടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെയാണ് പലപ്പോഴും നമ്മളെ ചിന്താമഗ്നരാക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നത്. അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. വി ഓൾവേസ് think of certain changes in ourselves and in others. അപ്പോൾ എപ്പോഴാണ് യഥാർത്ഥത്തിൽ മാറ്റം ഉടലെടുക്കുന്നത് എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മാറ്റം ഉടലെടുക്കുന്നത് എപ്പോഴാണ്? നാം നമുക്ക് ആന്തരികമായ ആ നിശബ്ദത നമുക്കുണ്ടാകുമ്പോൾ, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ഒക്കെയാണ്. ഒരു ചെറിയൊരു കഥയിലൂടെ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു യുവാവ്, അവൻ വളരെ അല്പം മാനസികമായിട്ടുള്ള ഒരു സംഘർഷത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അവൻ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ അവന് വളരെ ആത്മസംഘർഷവും അതോടൊപ്പം തന്നെ അതിനോട് അനുബന്ധിച്ച് ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാകും. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അവൻ വരാനിടയായി. അവന്റെ കൂട്ടുകാരൊക്കെ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ ശരിയാകുന്നില്ല, ഞങ്ങൾ നിന്റെ കൂടെ വരില്ല, നിന്റെ കൂടെ നിൽക്കില്ല എന്ന്.
ഏറ്റവും പ്രയാസമേറിയത് അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പോലും അവനോട് ഇപ്രകാരം പറഞ്ഞപ്പോഴാണ്, നീ എന്തായാലും മാറിയേ പറ്റൂ, നീ ഇതൊക്കെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ്. അങ്ങനെ എനിക്ക് ആ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവനൊരു വിരുന്നിന് പോകാൻ ഇടയായി. ആ വിരുന്ന സ്ഥലത്ത് വെച്ച് അവനൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അവരുടെ സുഹൃത്ത് ബന്ധം അങ്ങനെ വളർന്ന് മുന്നോട്ട് പോയി. അവർ കൂടുതൽ അടുത്ത സുഹൃത്തുക്കളായി മാറി. ഒരു ദിവസം അവൻ ആ സുഹൃത്തിനോട് ഇപ്രകാരം ചോദിച്ചു, എന്റെ കൂട്ടുകാരെല്ലാം എന്നോട് എപ്പോഴും പറയുന്നത് നിന്റെ ഈ സ്വഭാവങ്ങളൊക്കെ നിനക്ക് എന്തുകൊണ്ട് മാറ്റിക്കൂടാ, നീ മാറ്റണം എന്നാണ് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ ഈ സ്വഭാവം നിന്നെ അങ്ങനെ അലോസരപ്പെടുത്തുന്നില്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ എന്തിനു അലോസരപ്പെടുത്തണം? നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും ഒരിക്കലും അലോസരമായിട്ട് അനുഭവപ്പെടുന്നില്ല എന്ന്. ഐ അക്സെപ്റ്റ് യു ആസ് യു ആർ, യു ഡോണ്ട് ചേഞ്ച്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ തുടരുക, നീ എനിക്ക് വേണ്ടി നീ മാറേണ്ടതില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ അവനെ ഏറ്റവും സൂതനിങ് ആയിട്ടുള്ള, അവനെ ഏറ്റവും ആശ്വസിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അത്. ആ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ കേട്ട മാത്രമേ അവന് അന്നേ വരെ അവൻ പരിശ്രമിച്ചു കൊണ്ടിരുന്ന ആ തൻ്റെ സ്വഭാവത്തിലുണ്ടായ ചില പ്രയാസങ്ങൾ മാറ്റണം എന്നുള്ള ആ ശ്രമം അവൻ ഉപേക്ഷിച്ച് സാവധാനം അവൻ അവയൊക്കെ അംഗീകരിച്ചുകൊണ്ട് മാറ്റത്തിലേക്ക് പടിപടിയായി നീങ്ങുന്നതായി അവൻ അനുഭവപ്പെട്ടു അവന്റെ ആ സുഹൃത്തിന്റെ വാക്കുകളിലൂടെ. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മുടെ മാറ്റം എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതൊരു സുഹൃത്തിൽ നിന്നുണ്ടായ വാക്കുകളാണ്. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വിളിയും ഇത് തന്നെയാണ്. ഈ വിളിയിലൂടെയാണ് നമ്മളിലും മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്. നമ്മുടെ ഋണാത്മകതയെ നമ്മൾ എത്രമാത്രം തള്ളിപ്പുറത്ത് കളയാനായിട്ട് നമ്മൾ ബലം പ്രയോഗിക്കുന്നുവോ അത്രമാത്രം അത് ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. മറിച്ച് അവയെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് അതിലൂടെ മുന്നേറുവാനായിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തുമ്പോൾ തീർച്ചയായും അതിലൂടെ നമുക്ക് മാറ്റങ്ങൾ സാധ്യമാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സങ്കീർണമായൊരു പ്രശ്നം ഇത് തന്നെയാണ്. പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവ ഏറെ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ അത് വേറെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിൽ അതിനെക്കുറിച്ചുള്ളൊരു അവബോധമാണ് നമുക്ക് ഏറെ ആവശ്യമുള്ളത്. ആ അവബോധം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ അവയെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ സാധ്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ നിശബ്ദതയിൽ ആഴപ്പെടുന്നതിലൂടെ നമുക്ക് മാറ്റങ്ങൾ സാധ്യമാണ് എന്നതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഈ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു കാര്യം, നമ്മളിൽ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചകൾ, നമ്മുടെ ഉൾവിളികൾ, നമുക്കുണ്ടാകുന്ന വെളിപാടുകൾ, അവ നമുക്ക് പുതിയ അറിവുകളല്ല, മറിച്ച് അവ നമ്മുടെ സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പവറാണ്, അത് നമ്മുടെ ശക്തിയാണ് എന്ന തിരിച്ചറിവിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വരുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു മിസ്റ്റീരിയസ് പവർ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന അവബോധമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അപ്പോൾ എന്തിനേയും അഭിമുഖീകരിക്കുവാനുള്ള ഒരു വലിയൊരു ശക്തി, എ മിസ്റ്റീരിയസ് പവർ ഈസ് ദെയർ വിതിൻ അവർ സെൽഫ്. അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മൾ എത്രമാത്രം അവബോധം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മൾ എത്രമാത്രം നിശബ്ദതയിലൂടെ വളരുന്നുവോ, അതിലൂടെ നമ്മൾ എത്രമാത്രം അവബോധത്തിലേക്ക് വളരുന്നുവോ, അതിലൂടെ നമുക്ക് ഈ മിസ്റ്റീരിയസ് പവറിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനും ഉൾക്കൊള്ളുവാനും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും അങ്ങനെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും നമുക്ക് സാധിക്കും. നമുക്ക് ഇനി അവയർനെസ് ആവശ്യമുള്ള തലങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ പ്രധാനമായും 5 തലങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ തലങ്ങളെയും കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതിനാൽ 1-2 തലങ്ങളെ കുറിച്ച്, പ്രധാനമായിട്ടും ബോഡി സെൻസേഷൻ അവയർനെസ്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് പ്രതിപാദിക്കുക. കാരണം അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു തലം എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ആ തലത്തിലൂടെ നമുക്ക് മറ്റു തലങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും, ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും സാധിക്കും. അപ്പോൾ നമ്മൾ 5 തലങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബോഡി സെൻസേഷണൽ അവയർനെസ്, മെന്റൽ ഓർ സൈക്കോളജിക്കൽ സെൻസേഷണൽ അവയർനെസ്, സോഷ്യൽ സെൻസേഷണൽ അവയർനെസ്, ഇമോഷണൽ സെൻസേഷണൽ അവയർനെസ്,
ഇന്റലക്ച്വൽ സെൻസേഷണൽ അവയർനെസ്. ഈ 5 തലങ്ങളില് നമുക്ക് അവബോധത്തിൽ വളരുവാൻ സാധിക്കുമ്പോൾ നമുക്ക് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വളരെ തന്മയത്വത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് നമുക്ക് പടിപടിയായിട്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനായിട്ടാണ് നമ്മൾ ഈ ഒരു അവബോധ ധ്യാനം നമ്മൾ ആവശ്യമാണ് എന്ന് പറയുന്നത്. ഈ അവബോധ ധ്യാനത്തിലൂടെ നമുക്ക് കടക്കുവാൻ, നമ്മുടെ ആന്തരിക തലത്തിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഈ തലങ്ങളെ കുറിച്ചുള്ള അവബോധം നമുക്ക് ഒന്ന് ചെറിയൊരു സ്ലൈഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത് അപ്പോൾ ഈ തലങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒന്നാമതായിട്ട് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ നമ്മൾ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ സാവധാനത്തിൽ നമ്മൾ അവബോധത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. അപ്പോൾ ആ അവബോധത്തിൽ നിന്ന് നമ്മൾ സാവധാനത്തിൽ നമ്മുടെ ബോഡിയെ കുറിച്ചുള്ള നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള ആന്തരിക അവബോധത്തിലേക്ക് നമ്മൾ വരുന്നു. അങ്ങനെ നമ്മളുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു ഒരു അവബോധം നമ്മളിൽ പൂർണ്ണമാകുന്നു. അങ്ങനെ നമുക്ക് ശാന്തതയും സ്വസ്ഥതയും നമുക്ക് കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ നമ്മൾ പര്യാപ്തരായി മാറുന്നു. ഇവിടെയാണ് നമ്മൾ ബോഡി സെൻസേഷണൽ അവയർനെസ്സിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ബോഡി സെൻസേഷണൽ അവയർനെസ് അത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധമാണ് ഇത് എന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ അത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ഏറ്റവും ആവശ്യം ആദ്യമായി നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ചുള്ള അവബോധമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ചുള്ള അവബോധം നമ്മളെ സാവധാനത്തിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും എത്തിക്കുന്നു. ആ ഓരോ അവയവത്തെക്കുറിച്ചും നമുക്ക് ഏകാഗ്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാക്കാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാക്കുന്നതിലൂടെ നമുക്ക് ഒരു സ്വസ്ഥമായ, ശാന്തമായ, സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ആദ്യം തല മുതൽ നമ്മുടെ കാൽപാദം വരെ, അതുപോലെ തിരിച്ചും നമ്മൾ ഓരോ അവയവങ്ങളെയും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെക്കുറിച്ചുള്ള ചലനങ്ങളെ കുറിച്ച് നമ്മൾ അവബോധമുള്ളവരാകുമ്പോൾ, അങ്ങനെ ആവർത്തിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഏകാഗ്രമാക്കുന്നതിലൂടെ നമ്മുടെ ആന്തരിക സന്തോഷം നമുക്ക് വളർത്താൻ സാധിക്കുന്നു. അങ്ങനെ ആ ആന്തരിക സന്തോഷം വളർത്തുന്നതിലൂടെ നമ്മുടെ ജീവിതം സ്വസ്ഥവും സമാധാനവുമായി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ശരീരത്തിലെ മൂവ്മെന്റ്, ഓരോ അവയവത്തെക്കുറിച്ചും അവബോധമുള്ളവരായി കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചലനങ്ങളെ കുറിച്ചുള്ള അവബോധമാണ്. ആ ആന്തരിക അവയവങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില അവയവങ്ങളിൽ നമുക്ക് ചില സെൻസേഷൻസ്, ചിലപ്പോൾ പെയിൻ ആകാം, ടെൻഷൻ ആകാം, ഒരു സ്ട്രെസ് ആകാം, അങ്ങനെ അനുഭവപ്പെടുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. ആ അനുഭവപ്പെടുന്ന സ്ഥലങ്ങള് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അവബോധം ഉള്ളവരായി തീരുക, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ സാവധാനത്തിൽ ഒരുപക്ഷെ അത് ആ വേദനയെ അല്ലെങ്കിൽ ടെൻഷൻ അല്പം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ആവർത്തിച്ച് അത് ചെയ്യുന്നതിലൂടെ ആ ടെൻഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ടെൻഷൻ എവിടെയോ ഇല്ലാതായി തീരുന്നത്, മറിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. ആ ടെൻഷൻ മാറുന്നതിലൂടെ നമുക്ക് വീണ്ടും നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള സ്വസ്ഥതയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലൂടെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ഈ സെൻസേഷനെ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന
വൈബ്രേഷൻസ് ആകാം, പ്രഷർ ആകാം, കൂൾനെസ് ആകാം, വാംത്ത് ആകാം, അല്ലെങ്കിൽ പെയിൻ ഓർ പ്ലഷർ ആകാം. ഇത്തരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ഇതിനെക്കുറിച്ചുള്ള ചലനങ്ങളെ കുറിച്ചുള്ള അവബോധത്തിലൂടെ നമുക്ക് കൂടുതൽ ആ അവബോധത്തിൽ വളരാൻ സാധിക്കുന്നു. നമുക്ക് ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുന്നു. As you progress in the body awareness, we will feel that all our worries, tension, pain എല്ലാം നമ്മളെ വിട്ടകന്നു പോകുന്നതും അങ്ങനെ സാവധാനത്തിൽ നമ്മൾ ആന്തരിക ശാന്തത കൈവരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അതായിരിക്കും നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ സന്തോഷം എന്നതാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ദിവസവും നമ്മൾ ഈ ഒരു പ്രാക്ടീസിലൂടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒത്തിരിയേറെ ഗുണങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. ഇതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇത് ഇവ ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ മനസ്സിന്റെ ശക്തി നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ദേഷ്യത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തില് നമുക്ക് എന്തൊക്കെയാണോ മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അവയൊക്കെ നമുക്ക് സ്വസ്ഥവും ശാന്തവുമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ഹീലിംഗും നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും എന്നതാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ ശാരീരികമായിട്ടുള്ള അവബോധം എങ്ങനെയാണ് നമുക്ക് ഹീലിംഗ്, നമുക്ക് സൗഖ്യത്തിലേക്ക് നയിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. A regular practice of the body awareness will bring one into total relaxation. അപ്പൊ ആ ടോട്ടൽ റിലാക്സേഷനിലേക്ക് നമ്മളെ അത് നയിക്കും. അങ്ങനെ ആ ടോട്ടൽ റിലാക്സേഷൻ നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ വെൽബീയിങ്ങിലേക്ക് നമ്മളെ നയിക്കും. അതിലൂടെ ഇത് റെഗുലർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആ റിലാക്സേഷൻ ഓഫ് ബോഡി ക്യാൻ ബ്രിങ് അബൌട്ട് ഹീലിംഗ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അതെ, ഈ പിക്ചർ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്കൊന്ന് കാണാം. സ്ട്രെസ് റിലീഫ്, ബെറ്റർ കോഗ്നിറ്റീവ് ഫങ്ഷൻ, ഗ്രേറ്റർ ബോഡി അവയർനെസ്, ഇംപ്രൂവ്ഡ് കോൺസെൻട്രേഷൻ, strength of nervousness and mindfulness. അപ്പൊ ഇതൊക്കെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുന്നതിന്റെ ഒരു കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. ഒരിക്കൽ ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ അടുത്ത് ഒരു യുവതി വളരെ കാലം ശരീരം മുഴുവനും നീര് വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവള് പല ഡോക്ടർമാരെ കണ്ടു, പക്ഷെ അതൊന്നും അവൾക്ക് സൗഖ്യം നൽകിയില്ല. അങ്ങനെ ഡോക്ടർമാരൊക്കെ അവളോട് പറഞ്ഞു, ഇത് ക്ലിനിക്കലായിട്ടുള്ളൊരു രോഗമല്ല, മറിച്ച് ഇതെന്തോ ആണ്, നിങ്ങൾ മറ്റേതെങ്കിലും വഴി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വഴി അന്വേഷിച്ചാണ് ഈ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയത്. അച്ഛൻ അവരെ സാവധാനത്തിൽ ഇരുത്തിക്കൊണ്ട് ഒരു റിലാക്സേഷൻ മെഡിറ്റേഷനിലേക്ക് അവരെ നയിച്ചു. ആ റിലാക്സേഷൻ മെഡിറ്റേഷനിലൂടെ അച്ഛൻ മനസ്സിലാക്കാൻ സാധിച്ചു, അവരെ സാവധാനത്തില് അവരെ ശാന്തമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്ന്. അടുത്തതായിട്ട് അച്ഛൻ അവരോട് പറഞ്ഞു, സാവധാനത്തിൽ അവരോട് ഷെയർ ചെയ്തു എന്താണ് നിങ്ങളുടെ പ്രശ്നത്തിൽ കാരണം. അപ്പൊ അവർ പറഞ്ഞു, എനിക്ക് ഒത്തിരിയേറെ ഹേർട്ട് ഫീലിങ്സ് ഉണ്ട്, എനിക്ക് എന്റെ സുപ്പീരിയറിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ്, അവരെന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ശാന്തമായി ഇരുത്തിക്കൊണ്ട് വീണ്ടും അച്ഛൻ അവളെ വീണ്ടും ആ ഒരു ഇതിലേക്ക്, ആ അനുഭവത്തിലേക്ക്, അവബോധത്തിലായിരുന്നു കൊണ്ട് ആ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. അങ്ങനെ തിരികെ കൊണ്ടുപോയപ്പോൾ സാവധാനത്തിൽ അച്ഛന് കാണാൻ സാധിച്ചു, അവര് ആ അവബോധത്തോടുകൂടി അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം അവരുടെ കണ്ണിലുള്ള സ്വെല്ലിങ് സാവധാനത്തിൽ ഇല്ലാതാകുന്നതായിട്ട് കണ്ടു. സാവധാനത്തിൽ വീണ്ടും അത് ആവർത്തിച്ച് ചെയ്തപ്പോൾ
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ എല്ലാ നീരും ഇല്ലാതായിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നാണ്. അതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് എപ്പോഴാണ് അവരുടെ ആ ഹേർട്ട് ഫീലിങ്സും അവരുടെ ആന്തരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റിയെടുക്കാൻ സാധിച്ചത്, അതിന് ആ ആങ്കറും ദേഷ്യമൊക്കെ മാറ്റിയെടുക്കാൻ അതിലൂടെ സാധിച്ചപ്പോൾ അവരുടെ രോഗവും ഇല്ലാതാകുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ ശാരീരികവും മാനസികവുമായ പല രോഗങ്ങൾക്കും നമുക്ക് ഈ അവയർനെസ് മെഡിറ്റേഷൻ നമുക്ക് സാധ്യമാണ്. അതിലൂടെ നമുക്ക് ഇവയൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് സമയമായിരുന്നു. അപ്പോൾ അടുത്തായിട്ട് നിങ്ങളെ ഒരു ധ്യാനത്തിലേക്ക്, ഒരു ധ്യാനാത്മകതയിലേക്ക് നയിക്കാനായിട്ട് ഞാൻ ബിജു സാറിനെ ക്ഷണിക്കുകയാണ്. ബിജു അബുദാബിയിലാണ്. അദ്ദേഹം കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ആണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. ഒപ്പം തന്നെ അദ്ദേഹം മെഡിറ്റേഷൻ യോഗ മാസ്റ്റർ കൂടിയാണ്. അദ്ദേഹത്തെ നിങ്ങൾ നയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. പക്ഷെ കുറെ വർഷങ്ങളായിട്ട് ഞാൻ എന്റെ പാർട്ടായിട്ട് ഒരു വളണ്ടിയർ വർക്കായിട്ട് ഞാൻ കുറെ യോഗയും മെഡിറ്റേഷനൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഒരു ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറും കൂടിയാണ്. ഓക്കെ, നമ്മുടെ ശ്വാസോച്ഛ്വാസം ഉണ്ടല്ലോ, നമ്മൾ അത് ഏതെങ്കിലും ഒരു നോസ്ട്രിലെ ഒരു സമയത്ത് ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അപ്പം ഇപ്പോഴ് ഏത് നോസ്ട്രലാണ് നിങ്ങളുടെ ആക്റ്റീവ് എന്ന് ചെക്ക് ചെയ്യാം. അത് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിരൽ ഇവിടെ വെച്ചിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഏത് നോസ്ട്രൽ കൂടിയാണ് കൂടുതൽ എയർ വരുന്നത്, അതാണ് ആക്റ്റീവ് നോസ്ട്രൽ. ഒന്ന് ചെക്ക് ചെയ്യാവോ? ഇവിടെ വെക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. സാധാരണ പോലെ തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കാമോ? നന്നായിരിക്കും. വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്താൽ മതി, കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ ഏത് നോസ്ട്രിൽ കൂടിയാണ് കൂടുതൽ ശ്വാസം പുറത്തേക്ക് പോകുന്നത്, അതാണ് ആക്റ്റീവ് നോസ്ട്രിൽ. അത് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തോ? ഓക്കെ, വെരി ഗുഡ്. അത് നോട്ട് ചെയ്യാൻ അത് മെഡിറ്റേഷന് ശേഷം ഞാൻ അതിന്റെ കാരണം ഞാൻ പറയാം. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സോ നമുക്ക് മെഡിറ്റേഷന് മുമ്പായിട്ട് നമുക്ക് നാഡീശോധൻ പ്രാണായാമ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് നോസ്ട്രൽ ബ്രെത്ത് അത് ചെയ്യാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ശ്വാസമാണ് ശരിക്കും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ശ്വാസം, നമ്മുടെ മനസ്സ് ഒരു പട്ടവും ശ്വാസം അതിനെ നിയന്ത്രിക്കുന്ന ഒരു ത്രെഡുമാണ്. അതാണ്. അപ്പൊ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ശ്വാസത്തിൽ കൂടിയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ ശ്വാസത്തിൽ നിങ്ങൾ കൺട്രോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനെയും കൺട്രോൾ ചെയ്യാം. അതാണ് അതിന്റെ തിയറി. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ചിൻമുദ്ര, ഇത് ഈ രണ്ട് വിരലുകൾ തമ്മിൽ ചേർത്ത് വെക്കുക. വളരെ ജെന്റിൽ ടച്ച് ആയിരിക്കണം. എന്നിട്ട് നമ്മുടെ കാലിന് മുകളിലായിട്ട് തുറന്നു വെക്കുക, തുടയ്ക്ക് മുകളിലായിട്ട് തുറന്നു വെക്കുക. ഇതിനാണ് പറയുക ചിൻമുദ്ര, ലെഫ്റ്റ് ഹാൻഡ്. ദെൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ചേർത്ത് വെക്കുക. അതിന്റെ ടിപ്പ് ഓഫ് ദ ഇൻഡെക്സ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ യുവർ ഐബ്രോസ്. എന്നിട്ട് നമ്മൾ തമ്പും നമ്മുടെ റിംഗ് ഫിംഗറും യൂസ് ചെയ്തിട്ട് നമ്മുടെ നോസ്ട്രിൽസ് ക്ലോസ് ചെയ്യും അടക്കുകയും ചെയ്യണം. ക്ലോസ് ചെയ്യും തുറക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം ചെയ്യാം. ഞാൻ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഞാൻ ഐബ്രോസിന്റെ മിഡിലായിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്റെ ഇൻഡെക്സ് തമ്പ് കൊണ്ട് റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റ് നോസ്ട്രിൽ കൂടി ഞാൻ ബ്രീത്ത് ചെയ്യാണ് സാധാരണ പോലെ. Then I am closing my left nostril with my ring finger and opening my right nostril. Then breathing out through the right nostril. Again breathing in through the right nostril and closing my right nostril and opening my left nostril and breathing out through the left nostril. ഓക്കെ, അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് ക്ലോസ് ചെയ്യുന്നു, ബ്രീത്ത് ഇൻ ത്രൂ ദ ലെഫ്റ്റ് നോസ്ട്രിൽ, ദെൻ ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ത്രൂ ദ റൈറ്റ് നോസ്ട്രിൽ, അഗൈൻ ബ്രീത്ത് ഇൻ ത്രൂ ദ റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുന്നു,
breathe out through the left nostril. Clear? The ശ്വാസത്തിന്റെ ഇത് ക്ലിയർ ആയില്ലേ? Okay, okay, very good. Okay, നമുക്ക് ഇപ്പം ഇനി കണ്ണടക്കുക. Left hand, okay, left hand in chin mudra. Keep it on your thighs, and index finger and middle finger touching the middle of the eyebrows. Close your right nostril with your thumb. Gently നമ്മുടെ ലെഫ്റ്റ് നോസ്ട്രിൽ കൂടി ബ്രീത്ത് ഇൻ ചെയ്യുക. കീപ് യുവർ ഐസ് ക്ലോസ്ഡ്. ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക വിത്ത് നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. റൈറ്റ് നോസ്ട്രിൽ ഓപ്പൺ ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. റൈറ്റ് നോസ്ട്രിൽ കൂടി പതുക്കെ വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഒരു എഫേർട്ടും ഇല്ലാതെ. Then breathe in through the right nostril. ഒരിക്കൽ കൂടി breathe in ചെയ്യുക. റൈറ്റ് നോസ്ട്രിൽ കൂടി. റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. ഓപ്പൺ ദ ലെഫ്റ്റ് നോസ്ട്രിൽ ആൻഡ് ബ്രീത്ത് ഔട്ട്. വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്യുക. ലെഫ്റ്റ് നോസ്ട്രിൽ കൂടി തന്നെ. ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. റൈറ്റ് നോസ്ട്രിൽ കൂടി ബ്രീത്ത് ഔട്ട് ചെയ്യുക വളരെ സാവധാനത്തിൽ. അഗൈൻ വലത് നോസ്ട്രിൽ കൂടി റൈറ്റ് നോസ്ട്രിൽ കൂടി വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്യുക വളരെ സാവധാനത്തിൽ. ആൻഡ് ലെഫ്റ്റ് നോസ്ട്രിൽ ഓപ്പൺ ചെയ്യുക. വീണ്ടും ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതുവഴി കീപ് ഡൂയിങ് ഇറ്റ്. ഇത് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ the alternating nostril breath. ഇടത് ഭാഗത്തു കൂടി ബ്രീത്ത് ഔട്ടിന് ശേഷം വളരെ സാവധാനത്തിൽ വിശ്രമിക്കുക. കൈകൾ കാൽമുകളിലായി തുറന്നു വെക്കുക. നമ്മുടെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കട്ടെ. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. സിറ്റ് ആസ് കംഫർട്ടബിൾ ആസ് പോസിബിൾ. മെഡിറ്റേഷൻ എന്നുള്ളത് എഫേർട്ട്ലെസ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പലതിനെയും കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കുന്നില്ല. അപ്പോൾ ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ഒന്നും ചെയ്യാതെ ഇരിക്കുക. Empty out your mind, a thoughtless mind, blank mind. That is the effect of the meditation. That is called meditation. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നമ്മുടെ ശ്വാസത്തിന്റെ ഗതിയെ ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ എന്നുള്ളത് എഫേർട്ട്ലെസ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. അതിന് ഒരു ഉദാഹരണം പറയാം. ജസ്റ്റ് കീപ് യുവർ ഐസ് ക്ലോസ്ഡ്. വെൻ ഐ സേ ആപ്പിൾ, നിങ്ങളുടെ മനസ്സിൽ ആപ്പിളിന്റെ രൂപം അപ്പോഴേ തെളിഞ്ഞു, ഒരു എഫേർട്ടും ഇല്ലാതെ, അല്ലേ? അതാണ് മെഡിറ്റേഷനിൽ വേണ്ടത്. നമുക്കൊരു അവിടെ എന്താ റെഡ് ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വെൻ ഐ സേ ആപ്പിൾ, നിങ്ങളുടെ മനസ്സിൽ അതിന്റെ രൂപം വന്നു. അതാണ് എഫേർട്ട്ലെസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു എഫർട്ടും ഉപയോഗിക്കാതെ ഉള്ള ചെയ്യുക എന്നുള്ളത്. അതാണ് അതിന് ഉദാഹരണം പറഞ്ഞതാണ്. ഓക്കെ, കീപ് യുവർ ഐസ് ക്ലോസ്ഡ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ശ്വാസത്തിന്റെ ഗതിയെ ശ്രദ്ധിക്കുക. ടേക്ക് എ ബ്രെത്ത് ഇൻ
and breathe out. ഒരു ദീർഘശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. Become aware of your surroundings. നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ച് അവേർനെസ് കൊണ്ടുവരിക. ട്രാഫിക് സൗണ്ട്, ഫാൻ സൗണ്ട്, പല ശബ്ദങ്ങൾ, എല്ലാത്തിനെയും സ്വീകരിക്കുക. വെൽക്കം ഓൾ ദ നോയ്സസ്. You are one with the noises. You are one with the surroundings. നിങ്ങളുടെ ചുറ്റുപാടുകളുമായിട്ട് രമ്യതയിലാണ്. ഒന്നിനെയും റെസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാത്തിനെയും സ്വീകരിക്കുക. Let it come. You are one with your surroundings. Take a breath in and breathe out. Another long breath in and breathe out. Become aware of your body. Become aware of your body weight. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരത്തെക്കുറിച്ച് ശ്രദ്ധാലുവാകുക. 60 കിലോ, 70 കിലോ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയായാലും അതിനെ, ആ ഭാരത്തെ നമ്മൾ ഇരിക്കുന്ന ആ സീറ്റിൽ വയ്ക്കുക. എനിവേ, the seat is carrying a weight. Let it carry. Feel the lightness of the body. Take your attention to the right feet. നിങ്ങളുടെ ശ്രദ്ധയെ വലതു കാൽപാദത്തിലേക്ക് കൊണ്ടുപോവുക. വലതു കാൽമുട്ട്, thighs, right thigh and hip. All of the right leg. Take a breath in and breathe out. And the long breath in and breathe out. Take your attention to the left feet. നിങ്ങളുടെ ശ്രദ്ധയെ ഇടത് കാൽപാദത്തിലേക്ക് കൊണ്ടുപോവുക. കാൽമുട്ട്, left thigh and hip. All of the left leg. നിങ്ങളുടെ ഇടത് കാൽ മുഴുവനായിട്ടും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. Take a breath in and breathe out. And the long breath in and breathe out. Become aware of your abdomen. നിങ്ങളുടെ അബ്ഡമനെ കുറിച്ച് ബോധവാന്മാരാകുക. Stomach, chest, shoulders, both hands, neck, face, and head. Take a breath in and breathe out.
Another long breath in and breathe out. Take your attention from head to toe, toe to head, all over your body. ശിരസ് മുതൽ പാദം വരെയും പാദം മുതൽ ശിരസ് വരെയും ഞങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. Take a breath in and breathe out. ഒരു ദീർഘശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. Relax totally. Become aware of your thoughts. നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് ബോധവാന്മാരാകുക. Whether it is positive or negative, whatever it is, do not resist your thoughts. Welcome all the thoughts. എല്ലാ ചിന്തകളെയും സ്വാഗതം ചെയ്യുക. ഒന്നിനെയും ലേബൽ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാത്തിനെയും സ്വാഗതം ചെയ്യുക. You are one with your thoughts. Take a breath in and breathe out. Another long breath in and breathe out. Become aware of your emotions. നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ച് ബോധവാന്മാരാകുക. എന്ത് തന്നെയായാലും അതിനെ സ്വാഗതം ചെയ്യുക. You are one with your emotions. Take a breath in and breathe out. Long breath in and breathe out. You are love. You are peace. You are love and you are peace. നിങ്ങൾ തന്നെ സ്നേഹവും സമാധാനവുമാണ്. ഒരു സാധാരണ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരു ദീർഘശ്വാസം എടുക്കുക, പൂർണ്ണമായും പുറത്തേക്ക് വിടുക. Become aware of emotions
നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ച് ബോധവാന്മാരാകുക. ഇഫ് ദർ ആർ എനി, become aware of your thoughts if there are any. Become aware of your body and surroundings. നിങ്ങളുടെ ശരീരത്തെയും ചുറ്റുപാടുകളെയും കുറിച്ച് ബോധവാന്മാരാകുക. ഒരു സാധാരണ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരു ദീർഘശ്വാസം എടുക്കുക, പൂർണ്ണമായും പുറത്തേക്ക് വിടുക. റിലാക്സ് ടോട്ടലി. Whenever you feel complete, എപ്പോഴാണോ നിങ്ങൾക്ക് പൂർണ്ണമായി എന്ന് തോന്നുന്നത് വളരെ സാവധാനത്തിൽ കണ്ണുകൾ തുറക്കാവുന്നതാണ്. Okay. How was it? എങ്ങനെയുണ്ടായിരുന്നു? How do you feel now? എന്ത് തോന്നുന്നു? മനസ്സിൽ ഇപ്പോഴെന്താണുള്ളത്? Good, feeling good. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ നോസ്ട്രൽ ചെക്ക് ചെയ്യൂ. ഇപ്പം നോസ്ട്രൽസിന്റെ ഏത് നോക്കൂ. നമ്മുടെ ബ്രെയിന് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിൻ ഉണ്ട്. ലെഫ്റ്റ് ബ്രെയിൻ നമ്മുടെ റൈറ്റ് നോസ്ട്രൽ ആക്റ്റീവ് ആവുമ്പോൾ ശരിക്കും ലെഫ്റ്റ് ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് നോസ്ട്രൽ ആക്റ്റീവ് ആവുമ്പോൾ റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യും. മെഡിറ്റേഷനിൽ കൂടി ആ രണ്ട് നോസ്ട്രൽസും ബാലൻസ്ഡ് ആവും. അതാണ് ശരിയായ മെഡിറ്റേഷന്റെ ഒരു ഫിസിക്കൽ എഫക്ട് എന്ന് പറയാം. മീൻസ് ഡയറക്റ്റ് എഫക്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ അത്ര റിലാക്സ്ഡ് ആകുമ്പോൾ ആ രണ്ട് ബ്രെയിനും ബാലൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് ഒരേ മാതിരി. അപ്പം ബാലൻസ്ഡ് ആയിരിക്കും നമ്മുടെ ഇമോഷൻസ് എല്ലാം, നമ്മുടെ എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ എന്തെങ്കിലും ആ നിങ്ങളുടെ തോട്ട്സ് വളരെ കുറഞ്ഞില്ലേ ഈ മെഡിറ്റേഷന് ശേഷം? ഇപ്പൊ ഒന്ന് നോക്കൂ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് തോട്ട്സ് ഉള്ളതെന്ന്. ആക്ച്വലി ഒന്നുമില്ല, ഇസ് ബ്ലാങ്ക്. നമ്മൾ അതിനെ കണ്ടെത്തുകയാണ്. എന്താണ് തോട്ട്, എന്തൊക്കെയാണ് ചിന്തകൾ ഉള്ളതെന്ന്, അല്ലെ? അതാണ് ദിസ് ഈസ് എത്ര മിനിറ്റ് എടുത്തു നമ്മള്? അച്ഛൻ എത്ര നോക്കിയിരുന്നോ? ടൈം നോക്കിയിരുന്നോ? 24 മിനിറ്റ്സ്. ഓക്കെ, നമുക്ക് അത്ര ഫീൽ ചെയ്തോ? 24 മിനിറ്റ്സ് ഫീൽ ചെയ്തോ? ഇല്ലല്ലോ. ദാറ്റ് ഈസ് വാട്ട് മെഡിറ്റേഷൻ സ്റ്റോപ്പ്. യു ഗോ ബിയോണ്ട് ദ ടൈം. നിങ്ങൾ ടൈമിനും അപ്പുറത്തേക്ക് പോകും. മെഡിറ്റേഷനിൽ നമ്മുടെ സമയം അവിടെ കാലം സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ശരിക്കും അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ യങ്ങർ ആവുന്നത്. യു ബിക്കം യങ്ങർ ആൻഡ് മോർ ഹെൽത്തിയർ. ഓക്കെ, that's all from my side. പ്രിയമുള്ളവരെ, ഇത് എല്ലാവർക്കും നല്ലൊരു അനുഭവമായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു അനുഭവം നിങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ ഈ ഒരു എക്സസൈസ്, നമ്മുടെ ഈ ഒരു അവയർനെസ് മെഡിറ്റേഷൻസ്, ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ തുടരാൻ വേണ്ടിയാണ് ഇത് നമ്മളിവിടെ നടത്തുക. നമ്മുടെ സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ അവസാനമായിട്ടൊരു മെഡിറ്റേഷൻ കൂടെ തരാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലും മതി. നിങ്ങൾ ഈ ഒരു അവയർനെസ് വളർത്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണിത്. നിങ്ങൾക്ക് നിന്നുകൊണ്ട് ചെയ്യാം. നിങ്ങളുടെ റൂമിൽ സ്വസ്ഥമായിട്ട് നിങ്ങളുടെ റൂമിലാകുക. ആരും ശല്യപ്പെടുത്തില്ല എന്ന ബോധ്യത്തോടുകൂടെ കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ സാവധാനത്തിൽ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരാകുക, ബോധവതികളാകുക. ഓരോ അവയവത്തെയും കുറിച്ച് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്നിട്ട് സാവധാനത്തില് എല്ലാം ശരീരം മുഴുവൻ റിലാക്സ്ഡ് ആക്കുക. സാവധാനം കൈ ഉയർത്തുക, കൈ ഇതുപോലെ ഉയർത്തുക. കൈ ഉയർത്തി കഴിയുമ്പോൾ സാവധാനം കൈ മലർത്തി മുകളിലേക്ക് തിരിക്കുക. കൈയുടെ വിരലുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ വിരലുകളുടെ ഭാരവും മനസ്സിലാക്കുക. സാവധാനം നിങ്ങളുടെ തല ഉയർത്തുക. തല ഉയർത്തി നിങ്ങൾ തല മുകളിലേക്ക്, കണ്ണുകൾ മുകളിലേക്ക് വരത്തക്ക വിധത്തിൽ നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യുക.
കരങ്ങൾ ചേർത്ത് പിടിച്ചൊരു കുമ്പിള് പോലെ ആക്കി നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അത് മാത്രം നിങ്ങൾ ധ്യാനിക്കുക. അങ്ങനെ ശ്വാസോച്ഛ്വാസം തുടരുമ്പോൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഒരു പ്രകാശത്തോടുകൂടെ അല്ലെങ്കിൽ വളരെ പ്രകാശമാനമായ അല്ലെങ്കിൽ വളരെ സ്ഫടിക തുല്യമായ എന്തോ ഒന്ന് നിങ്ങളുടെ കരങ്ങളിലേക്ക് വന്ന് പതിക്കുന്നതായിട്ട് നിങ്ങൾ അനുഭവിക്കുക. അതിന്റെ ഭാരം പൂർണ്ണമായിട്ട് നിങ്ങൾ അനുഭവിക്കുക. ആ ഭാരം അനുഭവിച്ച കൊണ്ട് തന്നെ, ആ ഭാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കരങ്ങൾ സാവധാനത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തല സാവധാനത്തിൽ നേരെയാക്കുക. സാവധാനം നിങ്ങളുടെ കരങ്ങളിലുള്ള അതെന്താണോ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കുക, അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുക. ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്തതിന് ശേഷം സാവധാനം കരങ്ങൾ ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശ്വാസോച്ഛ്വാസം തുടരുക. സാവധാനം ശ്വാസോച്ഛ്വാസം തുടർന്ന് നിങ്ങൾ സ്വസ്ഥമായി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ വീണ്ടും കരങ്ങൾ താഴ്ത്തി ശ്വാസോച്ഛ്വാസം തുടർന്ന് റിലാക്സ് ചെയ്യുക. അല്പസമയത്തിന് ശേഷം വീണ്ടും നിങ്ങൾക്കിത് ആവർത്തിക്കാവുന്നതാണ്. 2-3 പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്വസ്ഥമാകാവുന്നതാണ്. ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ചില ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സഫലമാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശാന്തതയാണ്, അല്ലെങ്കിൽ സമാധാനമാണ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് ആണ്. അത് ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ബിജു സാറ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവയർനെസ് മെഡിറ്റേഷൻ എന്ന വിഷയത്തിൽ ഇന്നത്തെ ക്ലാസ് നയിച്ചത് ഫാമിലി കൗൺസിലറും സൈക്കാട്രിക് സോഷ്യൽ വർക്കറും NLP മാസ്റ്റർ ട്രെയിനറും ആത്മമിത്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഫാദർ ഇമാനുവൽ കോയയാണ്. ലോകത്തെ ആകമാനം നിശ്ചലമാക്കി തീർത്ത മഹാമാരിയുടെ ഈ കാലത്ത് നാം ഓരോരുത്തരും വേർതിരിവുകളില്ലാതെ ആകുലതയിലും ആശങ്കയിലും ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ മനസ്സിനെ ശക്തിപ്പെടുത്താനും ശാന്തിയും സമാധാനവും ആർജിച്ചെടുക്കാനും നിലനിർത്താനും സഹായകമായ ധ്യാന മാർഗങ്ങളിലൂടെ നമ്മെ നയിച്ചതിന് നന്ദി ഫാദർ ഇമാനുവൽ. മാത്രമല്ല ഒരു വളരെ നല്ല ഒരു ധ്യാന അനുഭവം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ഫിലിപ്പ് സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. ബിജുമോൻ എന്നാണ് പേര്, ബിജുമോൻ ഫിലിപ്പ്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ആത്മമിത്ര അവതരിപ്പിക്കുന്ന eCube എൻഹാൻസ് യുവർ ലൈഫ് ട്രെയിനിങ് പ്രോഗ്രാം വെബിനാർ സീരീസ് 2-ന്റെ 16ാം ദിവസമായ നാളെ രാത്രി 8 മണിക്ക് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു മിസ്റ്റർ സുധീർ മുഹമ്മദ്. ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. വ്യക്തിപരമായ ചോദ്യങ്ങൾ ഒഴിവാക്കി എല്ലാവർക്കും അവസരം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ചെയ്ത മെഡിറ്റേഷൻ ചെയറിൽ ഇരുന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. യെസ്, ചെയറിൽ ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇരുന്നിട്ട് ബാക്ക്, അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. കംഫർട്ടബിൾ ആയിട്ട് ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ഈ അനുലോം വിലോം ചെയ്യിച്ചല്ലോ, അപ്പോഴ് നമ്മളുടെ ഈ 2 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് ഇൻഡെക്സ് ഫിംഗർ നെറ്റിയിൽ വെക്കണം എന്ന് പറഞ്ഞല്ലോ. അതെന്തിനാണ്? അല്ലാതെ നമുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ? അല്ലാതെ ചെയ്താലും കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കുന്നു മാത്രം. കാരണം ഇവിടെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്. അതിനെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല. ദിസ് ഈസ് മോർ എഫക്റ്റീവ്. നമ്മളിപ്പോൾ ചെയ്തത് മോർ എഫക്റ്റീവ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യിച്ചത്. അതില്ലെങ്കിലും സാധാരണ രണ്ട് പേരിൽ മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പൊ അത് നമ്മളുടെ ചക്ര എന്താണ്, നമ്മുടെ ആ ഒരു ചക്ര ഹീലിംഗ്, എനർജൈസിങ് ആണോ നടക്കുന്നത്?
ഇല്ലല്ല, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വേറൊരു സംഭവമാണ്. ആ ചക്രാസ് നമുക്ക് 7 ചക്രാസ് ആണുള്ളത്. അത് പല സ്ഥലങ്ങളിലായിട്ടാണുള്ളത്, പലതരത്തിലാണ്. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. ഇവിടെ ഒരു ചക്ര ഉണ്ട്, ആഗ്നേയ ചക്ര എന്ന് പറയും. അല്ല, ചക്രയുടെ ഇത് ചക്ര നമ്മുടെ നമുക്ക് മെയിൻ ആയിട്ട് 7 ചക്രാസ് ആണുള്ളത്. അപ്പം അതറിയാലോ. അപ്പം ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നുള്ള സംഭവം കൂടി ഉണ്ട്. അത് ശരിക്കും നമ്മുടെ അവയർനെസ്സിനെ ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനുള്ള സഹായിക്കുന്ന ഒരു സംഭവമാണ്. വളരെ നല്ലൊരു സെഷൻ സമ്മാനിച്ചതിന് ഫാദറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ വളരെ നല്ലൊരു മെഡിറ്റേഷൻ അനുഭവം തന്നതിന് ബിജു സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ശുഭരാത്രി.